ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കെമിക്കൽ പ്രോപ്പർട്ടീസിലാണ് നമ്മളുള്ളത്. ആ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ 3 ഡിഫറെൻ്റ് ടൈപ്പ് റിയാക്ഷനുകൾ പ്രസൻ്റ് ആണ്. അതിൽ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ഉണ്ടായിരുന്നു, എലിമിനേഷൻ റിയാക്ഷൻ ഉണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ സംസാരിക്കാനുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകളെ പറ്റിയിട്ടാണ്. ബാക്കി ഇതുവരെയുള്ള പാർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബ്ലൂ ലൈൻസ് +2 എന്ന കെമിസ്ട്രി ചാനലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കുറേയും കൂടി ഒരു ഐഡിയ കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കണേ, 2 ഡിഫറെൻറ്റ് ടൈപ്പിലാണ് വരുന്നത്. ഒന്നിന് പകരം മറ്റൊന്ന് വരുന്ന റിയാക്ഷനാണ്. അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. ഇലക്ട്രോഫിലിക്, ഇലക്ട്രോണിന് ഇഷ്ടമുള്ള, അപ്പൊ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള അഥവാ ന്യൂക്ലിയോഫിലിക്, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ? ഇതിൽ ഫസ്റ്റ് വൺ നോക്കേ. ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, SN1 ആൻഡ് SN2. ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. നമ്മളിതിൽ ഫസ്റ്റ് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്താൻ പോകുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകളെ പറ്റിയിട്ടാണ്. ഫസ്റ്റ് നോക്കാം, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. അപ്പോൾ ആ ഹാലോ അരീനിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹാലോ അരീൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്ലോറോ ബെൻസിൻ എടുക്കുക എന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ ക്ലോറിൻ, ഈ കാർബൺ ആറ്റം, ഈ ബെൻസിൻ റിങ്ങിൽ ഈ കാർബൺ ആറ്റം, ഈ ക്ലോറിൻ നോക്ക്. ആരാ മോർ ഇലക്ട്രോനെഗറ്റീവ്? ക്ലോറിൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി അങ്ങോട്ട് വലിക്കും. ഇലക്ട്രോൺ ഡെൻസിറ്റി വലിക്കുമ്പോൾ റിങ്ങിലുള്ള ഇലക്ട്രോൺ റിച്ച്നെസ് കുറയും. ക്ലിയർ? ശരിക്കും നോക്കണേ, ഇത് ബെൻസിൻ റിംഗ് ആണ്. ഈ റിങ്ങിന്റെ മുകളിൽ ഒരു ക്ലോറിൻ ആറ്റം വരുന്നുണ്ട്. ക്ലോറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇത് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ റിച്ച്നെസ് എന്ത് ചെയ്യും? കുറയും. ആ ഇലക്ട്രോൺ റിച്ച്നെസ് കുറയുമ്പോൾ ബെൻസിൻ റിങ്ങിലേക്ക്, ബെൻസിൻ റിംഗ് ഓൾറെഡി ഇലക്ട്രോൺ റിച്ച് അല്ലേ, അപ്പോൾ ബെൻസിൻ റിങ്ങിലേക്ക് പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഫൈൽ വരാനുള്ള സാധ്യത കുറയും. ബെൻസിൻ റിംഗ് ഒറ്റക്ക് നിൽക്കുന്നതിനേക്കാൾ സാധ്യത കുറവായിരിക്കും ഈ ക്ലോറിൻ ഇവിടെ ഉണ്ടാകുമ്പോൾ, കാരണം ഇലക്ട്രോൺ റിച്ച്നെസ്സിന് അങ്ങോട്ട് വലിച്ചില്ലേ. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ റിച്ച്നെസ് കുറയുകയും ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് വരാനുള്ള സാധ്യത നോർമൽ ബെൻസിൻ റിങ്ങിനേക്കാൾ കുറവായിരിക്കുകയും വേണം. അപ്പോൾ അത് സാധാരണ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത്. പക്ഷേ അവർ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യൂല, ഈവൻ ദോ ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ദാറ്റ് ഓഫ് ദിസ് കാർബൺ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോറിൻ്റെ മുകളിൽ ലോൺ പെയർസ് ഉണ്ട്, 3 ലോൺ പെയറുകളുണ്ട്. ഹിയർ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ റെസണൻസ്. അങ്ങനെ റെസണൻസിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യും, ഈവൻ ദോ ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, ഡീആക്ടിവേറ്റിംഗ് വൺ. ക്ലോറിൻ ആക്ച്വലി ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ ഡെൻസിറ്റിയെ പിടിച്ചു വലിക്കുന്ന, ഇലക്ട്രോഫൈലിനെ വരാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത്? ക്ലോറിൻ. പക്ഷേ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓൺ ക്ലോറിൻ ആറ്റം, ഇറ്റ് ആക്ട് ആസ് എ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് അറ്റ് ദ ടൈം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമ്മൾ മനസ്സിലാക്കുക, ക്ലോറിൻ ആക്ച്വലി എന്താണ്? ഡീആക്ടിവേറ്റിംഗ് ആണ്. പക്ഷെ ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ആക്ടിവേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോൺ ഡെൻസിറ്റി അങ്ങോട്ട് കൊടുക്കും. ഏത് സമയത്ത് മാത്രം? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ കേസിൽ മാത്രം. ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ക്ലോറിൻ ആക്ച്വലി ഡീആക്ടിവേറ്റിംഗ് ആണ്, പക്ഷെ ആക്ടിവേറ്റിംഗ് ആയിട്ട് ആക്ട് ചെയ്യും. ഏതിന്റെ സമയത്ത് മാത്രം? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ സമയത്ത് മാത്രം. അതിന് കാരണം ഈ ക്ലോറിന്റെ മുകളിലുള്ള ലോൺ പെയർ ആണ്, അവർ റെസണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കേ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകൾക്ക് കുറച്ച് എക്സാമ്പിൾ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്ലോറോ ബെൻസിലേക്ക് കുറെ ഇലക്ട്രോഫൈലിനെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഇലക്ട്രോഫൈലുകൾ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ആദ്യം ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 എടുത്ത്, ഈ അൺഹൈഡ്രസ് AlCl3 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റാ. അലുമിനിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ, ആ 3 ഇലക്ട്രോണും ക്ലോറിനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ 6 ഇലക്ട്രോൺ ഉണ്ടാവും. ആ 6 ഇലക്ട്രോൺ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുമ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ലേ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്ന അറിയാം? ഈ Cl- പിടിച്ചു വലിക്കും. അപ്പോൾ ഇവിടെ Cl+ ബാക്കിയാവും.
അങ്ങനെ നമ്മൾ Cl+ അവിടെ ഉണ്ടാക്കി വെച്ച്. ഇനി നോക്ക് കോൺസെൻട്രേറ്റഡ് HNO3 നമ്മൾ ഇലക്ട്രോഫൈലുകൾ ഉണ്ടാക്കുക കേട്ടോ. കോൺസെൻട്രേറ്റഡ് HNO3 കോൺസെൻട്രേറ്റഡ് H2SO4 എടുത്ത് അതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. അപ്പോൾ അയാൾ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യും. അയാൾ എന്തായിട്ട് മാറും? H+ഉം HSO4- ആവും. അപ്പോൾ കോൺസെൻട്രേറ്റഡ് HNO3 നിർബന്ധിതനാവും. എന്തിനു വേണ്ടിയിട്ട്? OH- NO2+ ആയിട്ട് മാറാൻ. കാരണം ഇത് ആസിഡായിട്ട് ആക്ട് ചെയ്താൽ ഇത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ ഈ H+ഉം OH- കമ്പൈൻ ചെയ്ത് വാട്ടറായിട്ട് ന്യൂട്രലൈസ് ചെയ്ത് പോയി. പിന്നെ ഇവിടെ ബാക്കിയുള്ള HSO4- അയാൾ ഇയാളുടെ അടുത്തേക്ക് വരൂല. കാരണം ഇത് ഓൾറെഡി ഇലക്ട്രോൺ റിച്ച് ആണ്, ഇതും ഇലക്ട്രോൺ റിച്ച് ആണ്. പിന്നെ ഇവിടെ ഉള്ള NO2+. അപ്പോൾ ആ NO2+ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ NO2+ ഉണ്ടാക്കി. ഇനി അടുത്ത കേസിൽ നോക്ക്, കോൺസെൻട്രേറ്റ് HNO3 + SO3 ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഒലിയം. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് H+ഉം HSO4- ആയിട്ട് മാറും. എന്നിട്ട് ഈ H+ SO3 ആയിട്ട് കമ്പൈൻ ചെയ്ത് HSO3+ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് നമ്മൾ 3 ഡിഫറെൻറ്റ് ഇലക്ട്രോഫൈലുകൾ ഉണ്ടാക്കിയേ. ഒന്ന് Cl+, NO2+, HSO3+. ഇനി ഫസ്റ്റ് കേസ് നോക്ക്, ഇതിലേക്ക് ഈ Cl+ വരികയാണെങ്കിൽ ഈ ഗ്രൂപ്പ് എവിടേക്ക് ഡയറക്റ്റ് ചെയ്യും? ആക്ച്വലി ദിസ് വൺ ഈസ് എ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്, ബട്ട് ഇറ്റ് ആക്ട് ആസ് എ ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് അറ്റ് ദ ടൈം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓൺലി. ദാറ്റ് മീൻസ് ഇറ്റ് direct the incoming electrophile either it into orthosite or it into parasite, because this one is an activating group. An activating group is actually direct incoming electrophile it into orthosite or it into parasite. Clear? Okay, ഈ ക്ലോറിൻ ഇൻകമിങ് ഇലക്ട്രോഫൈലിനെ പാരാസൈറ്റിലേക്കും ഓർത്തോസൈറ്റിലേക്കും ഡിറക്റ്റ് ചെയ്തു. ഇനി ഇവിടെ ആണെങ്കിൽ എവിടേക്ക് ഡയറക്റ്റ് ചെയ്യും? അതിൻ്റെ പാരാസൈറ്റിലേക്കും അതിൻ്റെ ഓർത്തോസൈറ്റിലേക്കും. അപ്പോൾ നോക്ക്, പാരാ നൈട്രോ ക്ലോറോബെൻസിനും കിട്ടും, ഓർത്തോ നൈട്രോ ക്ലോറോബെൻസിനും കിട്ടും. ഇതിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോക്ക്, സൾഫോണിക് ആസിഡ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാരാ ക്ലോറോ സൾഫോണിക് ആസിഡും പ്രൊഡ്യൂസ് ചെയ്യും, ഓർത്തോ ക്ലോറോ സൾഫോണിക് ആസിഡും പ്രൊഡ്യൂസ് ചെയ്യും. ഈസി ക്ലിയർ? സംഭവം എത്രയേ ഉള്ളൂ, ഈ ബെൻസിൻ റിങ്ങിൻ്റെ ഇവിടെ ഒരു H+ ഉണ്ടായിരുന്നു, ആ H+നെ റീപ്ലേസ് ചെയ്ത് ഇവിടെ Cl+ വന്നു. ക്ലിയർ? ഓർത്തോസൈറ്റിൽ. ഇവിടെ പാരാസൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു H+ ഉണ്ടായിരുന്നു, ആ H+നെ റീപ്ലേസ് ചെയ്ത് Cl+ വന്നു. ഇനി ഇതിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നോക്ക്, ഇതിൻ്റെ ഓർത്തോസൈറ്റിൽ ഒരു H+ ഉണ്ടായിരുന്നു, ആ H+നെ റീപ്ലേസ് ചെയ്ത് NO2+ വന്നു. അങ്ങനെയാണ് ഓർത്തോ നൈട്രോ ക്ലോറോബെൻസിൻ പ്രൊഡ്യൂസ് ചെയ്തത്. ഇതിൻ്റെ പാരാസൈറ്റിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ആ H+നെ റീപ്ലേസ് ചെയ്ത് NO2+ വന്നു. അപ്പോൾ പാരാനൈട്രോ ക്ലോറോബെൻസിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇവിടെ നോക്ക്, ഇവിടുത്തെ ഓർത്തോസൈറ്റിൽ ഒരു H+ ഉണ്ടായിരുന്നു, അതിനെ റീപ്ലേസ് ചെയ്ത് HSO3+ വന്നു. അപ്പോൾ ഓർത്തോ ക്ലോറോ സൾഫോണിക് ആസിഡ് ഉണ്ടായി. ഇവിടെ പാരാസൈറ്റിൽ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ആ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് HSO3+ വന്നു. അപ്പോൾ നോക്ക്, പാരാ ക്ലോറോ സൾഫോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് മീൻസ് H+നെ റീപ്ലേസ് ചെയ്ത് ഇത്തരം ഇലക്ട്രോഫൈലുകൾ വരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇത് മാത്രമല്ല, ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പം ഞാനൊരു ക്ലോറോബെൻസിൻ എടുത്തു, അതിലേക്ക് ഇങ്ങനെയാണ് റിയാക്ഷൻ കണ്ടക്ട് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കുക, അൺഹൈഡ്രസ് AlCl3 Cl- വലിക്കും, അപ്പോൾ CH3+ അല്ലേ ഇവിടെ ഉണ്ടാവുക. അതേപോലെ അൺഹൈഡ്രസ് AlCl3 ഈ Cl- വലിക്കും, അപ്പോൾ CH3CO+ അല്ലേ ഉണ്ടാവുക. അത് ഈ ക്ലോറിൻ ഈ ഇൻകമിങ് ഇലക്ട്രോഫൈലിനെ ഒന്നുകിൽ അതിൻ്റെ ഓർത്തോസൈറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാരാസൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഓർത്തോസൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഓർത്തോക്ലോററ്റോളിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ഇവിടെ പാരാക്ലോററ്റോളിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പിനെ അരോമാറ്റിക് റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ഇൻട്രൊഡ്യൂസിംഗ് ഓഫ് an alkyl group into benzene ring, that is what is called Friedel-Crafts alkylation reaction. Alkyl halide when treated with anhydrous AlCl3. Clear അല്ലേ? അതേപോലെ അസൈൽ ക്ലോറൈഡ് when treated with anhydrous AlCl3, the acyl group can be introduced into an aromatic ring, that is what is called, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ. ദാറ്റ് മീൻസ് CH3CO ഗ്രൂപ്പിനെ ഒന്നുകിൽ ഇതിൻ്റെ ഓർത്തോസൈറ്റിലേക്ക് അല്ലെങ്കിൽ പാരാസൈറ്റിലേക്ക് ഡിറക്റ്റ് ചെയ്ത് വെക്കുക. ക്ലിയർ? ഇതും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ എന്താണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസിംഗ് ഓഫ് ആൻ ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻ ടു ബെൻസിൻ റിംഗ്. എന്താണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ എന്ന് വെച്ചാൽ ഇൻട്രൊഡ്യൂസിംഗ് ഓഫ് ആൻ അസൈൽ ഗ്രൂപ്പ് ഇൻ ടു ബെൻസിൻ റിംഗ്. ഇത് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആയിട്ടും ഇത് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആയിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ നോക്കേ, ഇതോടുകൂടി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലേക്കാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയോഫൈലിന് പകരമായിട്ട് മറ്റൊരു ന്യൂക്ലിയോഫൈൽ വരിക. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ RCl ഉണ്ട്, ഇവിടെ Cl ഈസ് എ ന്യൂക്ലിയോഫൈൽ, Cl- ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
അതിനേക്കാൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു ന്യൂക്ലിയോഫൈൽ വരികയാണെങ്കിൽ RNU+Cl- എന്നുള്ള ഫോർമാറ്റിലേക്ക് വരും. ദാറ്റ് മീൻസ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലിനെ ഡിസ്പ്ലേസ് ചെയ്തു. യു ഗോട്ട് ഇറ്റ്. ഇനി നോക്കണേ, ഇത് പ്രധാനമായിട്ടും രണ്ട് ഡിഫറെന്റ് ടൈപ്പിലാണ് വരാറുള്ളത്. അതിലൊന്ന് SN1 ആൻഡ് അനദർ വൺ ഈസ് SN2. SN1 മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ. അതിന്റെ കണ്ടീഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ പറയാം. ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിന്റെ റേറ്റ് അതിന്റെ സബ്സ്ട്രേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ദാറ്റ് വൺ ഈസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇവിടെ 1 അല്ലേ വരുന്നത്, അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ട് മാറി. The rate of a reaction depends only on the concentration of the substrate, therefore that one is considered as a first order reaction. Clear? The next one, it entertains. ഈ റിയാക്ഷൻ എന്റർടൈൻ ചെയ്യുന്നത് പോളാർ പ്രോട്ടിക് മീഡിയത്തിലായിരിക്കും. ഇറ്റ് എന്റർടൈൻസ് ഇൻ പോളാർ പ്രോട്ടിക് മീഡിയം. പോളാർ പ്രോട്ടിക് മീഡിയത്തിൽ മാത്രമാണ് ഈ റിയാക്ഷൻ പോസിബിൾ ആവുന്നത്. SN1 നടക്കുന്നുള്ളൂ. ഇനി ആ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇറ്റ്സ് ഇന്റർമീഡിയറ്റ് ഈസ് എ കാർബോകാറ്റയോൺ. കാർബോകാറ്റയോന്റെ സ്റ്റെബിലിറ്റി ഓർഡർ എന്ന് പറയുന്നത് ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ SN1 റിയാക്ഷൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് ടെറിഷറിയിലായിരിക്കും. ആസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ഇന്റർമീഡിയറ്റ് ഇൻക്രീസസ് ദ റിയാക്ഷൻ സ്പീഡ് ഈസ് ഓൾസോ ഇൻക്രീസസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ടെറിഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആയിരിക്കും ഇതിന്റെ റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കറിയാം കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണാറ്റ് ഉള്ളതാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണാറ്റ് ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അത് sp2 ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റിലായിരിക്കും, പ്ലാനാർ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഒരു ന്യൂക്ലിയോഫൈൽ ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ മുകളിൽ കൂടി അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, താഴെ കൂടി അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മുകളിൽ കൂടെ അറ്റാക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റും താഴെ കൂടി അറ്റാക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റും 50-50% ഉണ്ടാവുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് റെസിമിക് മിക്സർ. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെസിമിക് മിക്സർ. അപ്പോൾ ആ റെസിമിക് മിക്സറിന്റെ പോസിബിലിറ്റി എവിടെയാണുള്ളത്, SN1-ലാണുള്ളത്. അപ്പോൾ ഒരു റിയാക്ഷൻ SN1 ആണോ SN2 ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള കണ്ടീഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പോളാർ പ്രോട്ടിക് മീഡിയ ആണോ, ഈ റിയാക്ഷന്റെ സ്പീഡ്. ഇത് രണ്ടുമാണ് നമ്മൾ സാധാരണ ചെക്ക് ഔട്ട് ചെയ്യാറുള്ളത്. ഇനി SN2 ആണെന്നുണ്ടെങ്കിൽ നോക്ക്, ദ റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് കോൺസെൻട്രേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ആൻഡ് ന്യൂക്ലിയോഫൈൽ. സബ്സ്ട്രേറ്റിന്റെയും ന്യൂക്ലിയോഫൈലിന്റെയും കോൺസെൻട്രേഷൻ അവിടെ റേറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ 1 ഉണ്ടാവും, രണ്ടും കൂടി നമുക്കറിയാലോ ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്നാണ് സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേം റേസ്ഡ് ഇൻ റേറ്റ് ലോ ഇക്വേഷൻ എന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ 1 + 1 = 2. അപ്പോൾ ഇത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആയി. ഇനി ഇത് എന്റർടൈൻ ചെയ്യുന്നത് അപ്രോട്ടിക് മീഡിയ. പോളാർ പ്രോട്ടിക് മീഡിയ എന്ന് പറയുമ്പോൾ പോളാർ ആയിരിക്കണം, H+ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം. NaOH വാട്ടർ പോലെയുള്ള സാധനങ്ങൾ, ആസിഡ് പോലുള്ള സാധനങ്ങൾ പോളാർ ആണ്, അതോടൊപ്പം H+ ഡൊണേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. എന്നാൽ ഇത് അപ്രോട്ടിക് മീഡിയത്തിലാണ് എന്റർടൈൻ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് H+ ഡൊണേറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത മീഡിയത്തിലാണ് ഇത് ഈ റിയാക്ഷൻ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടക്കുക. ഇനി അടുത്തത് നോക്കണേ, ഇന്റർമീഡിയറ്റ് ഈസ് എ ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇവിടെ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് കാർബോകാറ്റോണോ കാർബാനയാണോ ഒന്നുമല്ല, ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റാ. ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. 3 ഹൈഡ്രജനും 1 കാർബണും 1 ഹാലജനും. ഇതിന്റെ ബാക്ക് സൈഡിൽ വന്നിട്ടാണ് ആര് അറ്റാക്ക് ചെയ്യുക, ന്യൂക്ലിയോഫൈൽ വന്നിട്ട് അറ്റാക്ക് ചെയ്യുക. ഈ ബാക്ക് സൈഡിൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ബോണ്ട് ഹാഫ് ബ്രോക്കൺ ആയിരിക്കും, ഈ ബോണ്ട് ഹാഫ് ഫോംഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇത് ഹാഫ് ഫോം ചെയ്തിട്ടുണ്ടാവും, ഇത് ഹാഫ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് ആ ഒരു ഫോമിലുള്ള സാധനത്തിനെയാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കേ, ഈ ന്യൂക്ലിയോഫൈൽ ബാക്ക് സൈഡിൽ വന്ന് അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയോഫൈൽ ഈസ് ഓൾവേസ് ആൻ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. അപ്പോൾ ഇവിടുത്തെ കോമ്പൗണ്ടുകൾ ദാറ്റ് മീൻസ് സ്റ്റെറിക് ഹിഡ്രൻസ് കുറവായിരിക്കണം. ആ സ്റ്റെറിക് ഹിഡ്രൻസ് ഏറ്റവും കുറവുണ്ടാവുന്ന കേസ് ഏതായിരിക്കും എന്ന് വെച്ചാൽ മീഥൈൽ. 3 ഹൈഡ്രജൻ ഉണ്ടാവുള്ളൂ. പ്രൈമറി വരുമ്പോൾ ഒരു CH3 ഗ്രൂപ്പ് വരും, ടെറിഷറി വരുമ്പോൾ മറ്റൊരു CH3 ഗ്രൂപ്പും വരും, ടെറിഷറി വരുമ്പോൾ മറ്റൊരു CH3 ഗ്രൂപ്പും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാർബണുകളുടെ എണ്ണം ഇവിടെ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ SN2 റിയാക്ഷനിൽ ഏറ്റവും പെട്ടെന്ന് റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ളത് മീഥൈലായിരിക്കും, ദെൻ പ്രൈമറി, ദെൻ സെക്കൻഡറി, ദെൻ ടെറിഷറി. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ബാക്ക് സൈഡ് അറ്റാക്കാണ്. ഈ ബാക്ക് സൈഡ് അറ്റാക്ക് നടക്കുമ്പോൾ അതിനെ ഒന്നുകിൽ നമ്മൾ വാൾഡൺ ഇൻവെർഷൻ ആർ അംബർല ഇഫക്റ്റ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇപ്പോൾ നമ്മളൊരു നല്ല മഴയും കാറ്റുള്ള സമയത്ത് ഒരു കുടയും പിടിച്ചു പോവുകയാണെങ്കിൽ കാറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കുട ഒന്നായിട്ട് മറഞ്ഞു പോകില്ലേ. ദാറ്റ് മീൻസ് ആ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഒന്നായിട്ട് ഇൻവേർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഇൻവെർഷനുള്ള സാധ്യത SN2 ഉള്ളത് കൊണ്ട് ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ കോൺഫിഗറേഷൻ ഇൻവെർഷൻ
ത്രൂ വാൾട്ടൺ ഇൻവെർഷൻ ഓർ അംബ്രല ഇഫക്റ്റ്. ഈ വാൾട്ടൺ ഇൻവെർഷൻ ഓർ അംബ്രല എഫക്റ്റ് വഴി ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ കോൺഫിഗറേഷണൽ ഇൻവേർഷൻ. സംഭവമൊന്നുമില്ല. ഒരു റിയാക്ഷൻ SN1 ആണോ SN2 ആണോ ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യാനുള്ള കണ്ടീഷനുകൾ നമ്മൾ സംസാരിച്ചെന്നേ ഉള്ളൂ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ശരിക്കും മനസ്സിലാക്കി വെക്കുക. അപ്രോട്ടിക് മീഡിയം വരുമ്പോൾ SN2 ആയിരിക്കും, പോളാർ പ്രോട്ടിക് മീഡിയം വരുമ്പോൾ SN1 ആയിരിക്കും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, വെദർ ഇറ്റ് ഈസ് SN1 ഓർ SN2 എന്ന് ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യുമ്പോൾ. ഇനി ഞാൻ അരൈൽ ഹാലൈഡിന്റെ കേസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നത് നോക്ക്. ഈ ക്ലോറോബെൻസീൻ എടുത്തു, ഞാൻ അക്വസ് NaOH വെച്ച് ട്രീറ്റ് ചെയ്ത നോ റിയാക്ഷനാണ്. ഇനി ആൽക്കൈൽ ഹാലൈഡ് എടുത്ത് അക്വസ് NaOH വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിയാക്ഷൻ നടക്കും. പക്ഷെ അരൈൽ ഹാലൈഡ് എടുത്ത് അക്വസ് NaOH വെച്ച് ട്രീറ്റ് ചെയ്ത റിയാക്ഷൻ നടക്കൂല. ഇവിടെ Cl മൈനസിന് പകരമായിട്ട് OH മൈനസ് വരൂല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ Clന്റെ മുകളിൽ ലോൺ പെയർസ് ഉണ്ട്. ആ ലോൺ പെയർ ഹിയർ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ റെസണൻസ്. ഇവിടെ റെസണൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ റെസണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോണ്ട് സിംഗിൾ ബോണ്ടിൽ നിന്ന് മാറി പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും. ആ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റി OH മൈനസിനില്ല. അതുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കാതെ പോയത്. ഇനി അവിടെ റിയാക്ഷൻ നടക്കണം എന്ന് നമുക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണം. ആ ഡബിൾ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ മാത്രമുള്ള എക്സ്ട്രാ എമൗണ്ട് ഓഫ് എനർജി ഇതിലേക്ക് കൊടുത്താൽ മതി. OH മൈനസിന് പൊട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എനർജി കൊടുക്കും. ആ എക്സ്ട്രാ എനർജി 623 കെൽവിൻ 300 അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ ഈസി ആയിട്ട് നടക്കും. ഇനി നിങ്ങൾക്ക് ഇത്രയും ഹീറ്റ് ഇവിടെ കൊടുക്കാൻ, ഹീറ്റും പ്രഷറും കൊടുക്കാൻ ഇല്ല എന്ന് വിചാരിച്ചോ, അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഒരു നൈട്രോ ഗ്രൂപ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ആ നൈട്രോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ള ഗുണം, ഈ നൈട്രജൻ ആണോ ഓക്സിജൻ ആണോ മോർ ഇലക്ട്രോനെഗറ്റീവ്? ഓക്സിജൻ. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി അത് താഴേക്ക് വലിക്കും. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടുന്ന് വലിക്കും. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി താഴേക്ക് വരും. ഇവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വന്നു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടിയതല്ലേ, അതിനങ്ങോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. അങ്ങനെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞാൽ നമ്മൾ പിന്നെ ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് മാത്രം കൊടുത്താൽ മതി? 443 കെൽവിൻ കൊടുത്താൽ തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ആവും. കാരണം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡെൻസിറ്റിയെ പിടിച്ചു വലിച്ചു. നിങ്ങൾക്കറിയാം, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഏതിനാ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കൂടുതലുള്ളത്? ട്രിപ്പിൾ ബോണ്ട്. എന്താ കാരണം? അവിടെയാണ് ഇലക്ട്രോൺ റിച്ച്നെസ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇലക്ട്രോൺ റിച്ച്നെസ് കുറയുന്നതിനനുസരിച്ച് ബോണ്ട് സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഇത് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച്നെസ് കുറയും, ബോണ്ട് സ്ട്രെങ്ത് കുറയും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത കേസ് നോക്ക്. 2 നൈട്രോ ഗ്രൂപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഹീറ്റ് വേണ്ട, 368 കെൽവിൻ മതി, റിയാക്ഷൻ ഈസി ആയിട്ട് നടക്കും. ഇനി 3 നൈട്രോ ഗ്രൂപ്പ്, 3 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഇലക്ട്രോൺ ഡെൻസിറ്റി പിടിച്ചു വലിക്കല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. ഇവിടെ അക്വസ് NaOH വെച്ച് ജസ്റ്റ് ഒന്ന് വാം ചെയ്താൽ, ഈവൻ വിത്ത് വാട്ടർ ഒന്ന് വാം ചെയ്താൽ മതി, ഈ റിയാക്ഷൻ നടക്കും. ക്ലിയർ? ഇതിനെ നമ്മൾ പിക്രിക് ആസിഡ് എന്നാണ് വിളിക്കാറുള്ളത്. 2,4,6 ട്രൈ നൈട്രോഫീനോൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പിക്രിക് ആസിഡ്. ഇനി നോക്കേ, അടുത്ത പാർട്ട് പോളിഹാലോ കോമ്പൗണ്ട്. ഈ പാർട്ടും കൂടി കഴിഞ്ഞ് ചാപ്റ്റർ കഴിഞ്ഞു. പോളിഹാലോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഹാലജൻ പ്രസന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ പോളിഹാലോ കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കുന്നത്. ഇതിൽ ആദ്യം പറയുന്നത് ഡൈക്ലോറോ മീഥേൻ, DCEM. ഏറ്റവും നല്ല ഓർഗാനിക് സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡൈക്ലോറോ മീഥേൻ. നമ്മൾ ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിന്റ് റിമൂവർ ഒക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. പെയിന്റ് റിമൂവർ, കാരണം ഇതൊരു ഓർഗാനിക് സോൾവെന്റ് ആണ്. പെയിന്റ് ഈസ് ആൻ ഓർഗാനിക് സബ്സ്റ്റൻസ്. അപ്പോൾ നമ്മളെ കയ്യിലെങ്ങാനും ഇപ്പോൾ കയ്യിലോ അല്ലെങ്കിൽ ടേബിളിലോ പെയിന്റ് ആയി പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അത് അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കും, കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഡൈക്ലോറോമീഥൈൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡൈക്ലോറോമീഥൈൻ ആര് സോളുബിൾ ആവും? പെയിന്റ് സോളുബിൾ ആവും. അപ്പോൾ അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കിഡ്നിക്കും ഇതിനൊക്കെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ്. ഡിറക്റ്റ് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡൈക്ലോറോമീഥൈൻ. ദെൻ അടുത്തത് വരുന്നത് ക്ലോറോഫോം. ഈ ക്ലോറോഫോം എന്ന് പറയുന്ന സാധനം ശരിക്കും ശ്രദ്ധിക്കണേ. ക്ലോറോഫോം നമ്മൾ സാധാരണ ക്ലോറോഫോം എന്തിനാണ് യൂസ് ചെയ്യാറുള്ളത്? ക്ലോറോഫോം സാധാരണ യൂസ് ചെയ്യാറുള്ളത് നമ്മൾ വിചാരിക്കും ബോധം കെടുത്താനാണ്. സിനിമകളിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ അത് കണ്ടിട്ടുണ്ടാവും. ഈ ട്രൈക്ലോറോമീഥേൻ, ക്ലോറോഫോം എന്ന് പറയുന്ന സാധനം പണ്ട് കാലത്ത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ബോധം കെടുത്താനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പല ആളുകളും, ബോധം കെട്ട ആളുകൾ തിരിച്ചു വരാതായപ്പോൾ ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ല. സോൾവെന്റുകളായിട്ടും അതേപോലെ തന്നെ പെറോക്സി കോമ്പൗണ്ടുകളാണ് ഇപ്പം എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളത്?
അനസ്തേഷ്യക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ഡിഫറെൻ്റ് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ക്ലോറോഫോം യൂസ് ചെയ്യാറുണ്ട്. റിയേജൻറ്റുകളായിട്ട് ക്ലോറോഫോം യൂസ് ചെയ്യാറുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു പോയിന്റ് വരുന്നതെന്ന് വെച്ചാൽ ഇത് ഡേഞ്ചറസാണ്. എപ്പോഴാണെന്നറിയോ? ഈ ക്ലോറോഫോം മൈൽഡ് ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിൽക്കുക. ഈവൻ വിത്ത് ഡയല്യൂട്ട് HNO3 ഈവൻ വിത്ത് ഡയല്യൂട്ട് HNO3 വെച്ച് ട്രീറ്റ് ചെയ്താൽ പോലും ഇത് ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് COCl2 അഥവാ ഫോസ്ജീൻ എന്ന് പറയുന്ന ഒരു പോയിസണസ് സബ്സ്റ്റൻ്റ് ആയിട്ട് മാറും. ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ മരണകാരണം വരെ ആയേക്കാം. COCl2 കാർബണൈൽ ക്ലോറൈഡ്, ഫോസ്ജീൻ എന്നാണ് അതിനെ വിളിക്കുക. അപ്പോൾ ക്ലോറോഫോം സാധാരണ ക്ലോറോഫോം ബോട്ടിൽ തുറന്നിട്ട് അത് നമ്മൾ അടപ്പ് തുറക്കും, പിന്നെ അടച്ചിടും. ക്ലോറോഫോം എടുത്തതിന് ശേഷം അടച്ചിടും. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയ എയറുമായിട്ട് പോലും ഇത് റിയാക്ട് ചെയ്ത് മൈൽഡ് ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫോസ്ജീൻ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം. ദെൻ എക്സാം ചോദിക്കാറുണ്ട് കേട്ടോ, ഫോസ്ജീൻ എന്ന് പറയുന്നതിൻ്റെ കെമിക്കൽ നെയിം എന്ത്? കാർബണൈൽ ക്ലോറൈഡ്. ഇത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്ലോറോഫോമിനെ മൈൽഡ് ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഏതിലേക്ക് മാറിപ്പോവും? ഫോസ്ജീനിലേക്ക് മാറിപ്പോവും. അടുത്ത കോമ്പൗണ്ടാണ് ട്രൈ അയഡോ മീഥേൻ. ആൻറ്റിസെപ്റ്റിക് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ആൻറ്റിസെപ്റ്റിക് ക്യാരക്ടർ ഇതിന് വരുന്നത് ഡ്യൂ ടു ദ ലിബറേഷൻ ഓഫ് ഫ്രീ അയഡിൻ ആണ്. അത് അത്ര മനസ്സിലാക്കി വെച്ചാൽ മതിയെ. ആൻറ്റിസെപ്റ്റിക് ക്യാരക്ടർ ഉണ്ട്. ഫ്രീ അയഡിൻ്റെ ലിബറേഷൻ കാരണമാണ് ആൻറ്റിസെപ്റ്റിക് ക്യാരക്ടർ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കാർബൺ ടെട്രാക്ലോറൈഡ്. എക്സലന്റ് ഓർഗാനിക് സോൾവെന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് 0 ആയതുകൊണ്ട് കാർബണിന്റെ 4 അറ്റാച്ച്മെന്റ് വരുന്നത് എക്സാക്ട് ടെട്രാഹൈഡ്രൽ ഷേപ്പ് ആയിരിക്കും. 109 ഡിഗ്രി 28 മിനിറ്റ് ആയിരിക്കും. ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. അപ്പോൾ CCl4 എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് 0 ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് സോൾവെന്റ് ആണ്. പണ്ട് കാലത്ത് നമ്മൾ ഡ്രസ്സിന്റെ ഡ്രൈ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് കാർബൺ ടെട്രാക്ലോറൈഡ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബൺ ടെട്രാക്ലോറൈഡ് നമ്മുടെ മണ്ണിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി 0 ആയി പോകും. അതുകൊണ്ട് ഗവൺമെൻറ് നിരോധിക്കുകയാണ് ചെയ്തത്. ഒരു കാരണവശാലും കാർബൺ ടെട്രാക്ലോറൈഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അതിന് പകരം യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് H2O വാട്ടർ ആയതുകൊണ്ട് നേച്ചറിന് ഹാംഫുൾ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഡ്രൈ ക്ലീനിങ് പർപ്പസ് എന്ന് CCl4 മാറ്റി നിർത്തി H2O2 യൂസ് ചെയ്യാൻ കാരണം. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് നോക്ക് ഫ്രിയോൺ. ഫ്രിയോൺ എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രിയോൺ 12 അഥവാ CF2Cl2. റെഫ്രിജറൻ്റ് ആയിട്ടാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. റെഫ്രിജറൻ്റ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് DDT. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ DDT എന്ന് പറയുന്ന സാധനം 2ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ മലേറിയ രോഗം പടർന്നു പിടിച്ചപ്പോൾ അതിന് കാരണക്കാരനായിട്ടുള്ള കൊതുകുകളെ തുരത്താൻ വേണ്ടിയിട്ടാണ്, കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? DDT കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം വ്യാപകമായിട്ട് പെസ്റ്റിസൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ DDTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബയോഡീഗ്രേഡബിലിറ്റി ഇല്ലാത്ത വളരെ കുറഞ്ഞ സാധനമാണ് DDT എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ പാഡി ഫീൽഡുകളിലൊക്കെ പെസ്റ്റിസൈഡ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ശരീരത്തിലേക്ക് എത്താനും വലിയ രോഗങ്ങൾ ഉണ്ടാക്കാനും കപ്പാസിറ്റി ഉള്ള സാധനമാണ്. ഇത് പല രാഷ്ട്രങ്ങളിലും നിരോധിച്ച സാധനമാണ്. ശ്രദ്ധിക്കുക യൂസ് ചെയ്യുമ്പോൾ DDT. ഇനി എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് നോക്കേ. ക്ലോറാൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ക്ലോറാൽ എന്ന് പറഞ്ഞാൽ ക്ലോറോഫോം തന്നെയാണ്. ദാറ്റ് മീൻസ് CHCl3 അല്ലേ ക്ലോറോഫോം. അതിൽ വൺ ഓഫ് ദ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് കൊണ്ടുവരുമ്പോൾ ക്ലോറാലായി. അതിൻ്റെ അടുത്തേക്ക് 2 ക്ലോറോ ബെൻസീൻ കൊണ്ടുവരിക. 2 ക്ലോറോ ബെൻസീൻ. എന്നിട്ട് ഇവിടുന്ന് വാട്ടർ റിമൂവ് ചെയ്യുക. കോൺസെൻട്രേറ്റഡ് H2SO4 വെച്ച് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ നടക്കും. അപ്പോൾ ഇവിടുന്ന് വാട്ടർ റിമൂവ് ചെയ്യും. ആ വാട്ടർ റിമൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടാണ് ഏതെന്ന് പറയുന്നത്? നോക്ക്, ഡൈക്ലോറോ ഡൈഫിനൈൽ, ട്രൈക്ലോറോ ഈഥെയ്ൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് DDT. ഇതിനെയാണ് നമ്മൾ DDT എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കിയാൽ കോൺസെൻട്രേറ്റഡ് H2SO4 ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഒരു ഓക്സിജനും ഇവിടുന്ന് 2 ഹൈഡ്രജനും വാട്ടർ റിമൂവ് ചെയ്ത് ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദാറ്റ്സ് ഓൾ അബൌട്ട് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ